വേങ്ങരയിൽ ഞങ്ങളൊരു സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുകയും കേരളത്തിൽ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വേങ്ങരയിൽ ഈ വേങ്ങര ഏരിയ കമ്മിറ്റി ഇതുപോലെ ഒരു പൊതുയോഗത്തിന് ഇവിടെ വേദിയൊരുക്കിയത്. ഇൻഷാ അല്ലാഹ് ഞാനതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്താണ് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്, അവർ നിങ്ങളോട് വിശദീകരിക്കും. എന്നിൽ അർപ്പിതമായ കടമ ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം സുപരിചിതനായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ നാസറുദ്ദീൻ എളമരം സാഹിബാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ആഹാർദവമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രമുഖ പ്രാസംഗികൻ അഡ്വക്കേറ്റ് റഫീഖ് കുറ്റിക്കാട്ടൂർ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് വേങ്ങര ഏരിയ പ്രസിഡന്റ് നാസർ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും വേദിയിലിരിക്കുന്ന മലപ്പുറം ഡിവിഷൻ സെക്രട്ടറി ഷരീഖാൻ സാഹിബിനെയും അതുപോലെ തന്നെ ഈ യോഗം ശ്രവിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നല്ലവരായ നാട്ടുകാരെയും ഈ യോഗം ഒളിഞ്ഞും തെളിഞ്ഞും വീക്ഷിക്കുന്ന എല്ലാവരെയും, ഈ യോഗത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ മുഖ്യ സംഘാടകരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നാസർ സാഹിബിനെ അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കേരളത്തിലെ ജനങ്ങളെ കാണിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജൂലൈ 4-ാം തീയതിക്ക് ശേഷം അവരുടെ ലൈബ്രറികളിലുള്ള അവരുടെ ശേഖരങ്ങളിലുള്ള മുഴുവൻ ചിത്രങ്ങളും എടുത്ത് പുറത്തിട്ടിട്ടും മതിയാകാതെ വന്നപ്പോൾ പുതിയ പുതിയ ചിത്രങ്ങൾ എടുക്കുന്ന തിരക്കിലായിരുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർ നടക്കുന്ന ഫ്രീഡം പരേഡ് കണ്ടപ്പോൾ പല ഭാഗത്തു നിന്നും നമ്മുടെ പ്രവർത്തകന്മാരെ വന്ന് കണ്ട് ഇങ്ങനെ ഒരു സംഘടനയാണെങ്കിൽ അതിൽ ഞങ്ങൾ ചേരാനുണ്ട് എന്ന് പറയുന്ന അനുഭവങ്ങളുണ്ടായി എന്ന് പറയുമ്പോൾ എത്രമാത്രം ഞങ്ങൾ കടപ്പാടും നന്ദിയും പറഞ്ഞാലും മതിയാകില്ല ഈ രാജ്യത്തെ മാധ്യമ പ്രവർത്തകരോട് എന്നാണ്. ജൂലൈ 4-ാം തീയതി കേരളത്തെ സംസ്ഥാനത്ത് ആദ്യത്തേതും അവസാനത്തേതുമായ ഒരു അക്രമ സംഭവം നടന്നിരിക്കുന്നു. അതിനു മുമ്പ് കേരള രാജ്യത്ത് ഒരു അക്രമവും നടന്നിട്ടില്ല, അതിനുശേഷവും നടന്നിട്ടില്ല എന്നതുപോലെയായിരുന്നു ഇവിടുത്തെ കോലാഹലങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നുക. ഞാൻ ജൂലൈ 4-ാം തീയതിക്ക് ശേഷമുള്ള കേരള സംസ്ഥാനത്ത് നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളെ കുറിച്ച് ഞാനൊരു കഴിഞ്ഞ ആഴ്ച ഞാനൊരു കണക്കെടുപ്പ് ഞാനൊന്ന് നടത്തി നോക്കി. ജൂലൈ 4-ാം തീയതിക്ക് ശേഷം കേരള സംസ്ഥാനത്ത് 9 കൊലപാതകങ്ങളാണ് നടന്നത്. അത് സാധാരണ കുടുംബതർക്കത്തിൻ്റെ ഒന്നും പേരിലല്ല. നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു അക്രമ പ്രവർത്തനങ്ങൾക്കും പോവാത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന വളരെ സ്വാത്വികമായ സംഘടന ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളാണ്. 10 ഇടങ്ങളിലാണ് ബോംബെറിഞ്ഞിട്ടുള്ളത്. വെട്ടും കുത്തും കൈവെട്ടും കാൽകെട്ടും ഒക്കെ കൂടിയായിട്ട് 19 എണ്ണം നടന്നിട്ടുണ്ട്.
പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നുകൊണ്ട് ബലമായി പ്രതികളെ പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള സംഭവം 4 നടന്നിട്ടുണ്ട്. പോലീസുകാർക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവം 2 ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു തലത്തിലും നമുക്ക് ചർച്ചാ വിഷയമാകുന്നില്ല. ഒരു ഭാഗത്തും നമ്മൾ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല. ജൂലൈ 4 സംഭവത്തെ മാത്രം എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാന തലത്തിൽ നിന്ന് ദേശീയ തലത്തിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിലേക്ക് വരെ ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്? കൃത്യമായ രാഷ്ട്രീയമുണ്ടതിന്. ആ സമയത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻകൈയിൽ വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമുണ്ട്. ആ രാഷ്ട്രീയ മുന്നേറ്റത്തിനുണ്ടാകാവുന്ന സ്വീകാര്യതയെ തകർക്കണമെങ്കിൽ ഇത് CPM-ന്റെ മാത്രം താല്പര്യമായിരുന്നില്ല. അവിടെ പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലക്കും ഒരേ സ്വരമുണ്ടായി വരുന്നുണ്ടെങ്കിൽ ഇവര് 3 പേരും തമ്മിലുള്ള ധാരണ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJP-യെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല, കാരണം അത് ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. അപ്പൊ കൃത്യമായ ഒരു രാഷ്ട്രീയം അതിന്റെ പിന്നിലുണ്ട്, കൃത്യമായ താല്പര്യമുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാന്യത കൽപ്പിക്കുന്ന വ്യക്തിത്വമാണ്. ഒരു ഗുരുനാഥനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം വളരെ വലുതാണ്. പക്ഷേ എത്ര നീചമായ രീതിയിലാണ്, എത്ര വൃത്തികെട്ട രീതിയിലാണ് ലോകത്ത് 150 കോടി മുസ്ലിങ്ങൾ അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള, അവരുടെ ചങ്കിലെ ചോരയായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. സഖാവ് പിണറായി വിജയനെ കുറിച്ച് CR നീലകണ്ഠൻ എന്തോ എന്ന് പറഞ്ഞു. കുറ്റ്യാടിയിൽ വെച്ച് കൊടുത്തു സഖാക്കള് CR നീലകണ്ഠന്റെ തലക്ക് 4 എണ്ണം. സഖാവ് പിണറായിയെ കുറിച്ച് സക്കരിയ എന്തോ പറഞ്ഞു, തളിപ്പറമ്പിൽ വെച്ച് കൊടുത്തു സഖാക്കള് സക്കരിയയുടെ തലക്ക് 4 എണ്ണം. ആരായി പിണറായി? ഈ പിണറായിയും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ എവിടെയാ നിൽക്കുന്നത്? അപ്പൊ പിണറായിയെ പറഞ്ഞാൽ തല്ലാം, പിണറായിയെ പറഞ്ഞാൽ കൊല്ലാം, പിണറായിയെ പറഞ്ഞാൽ പാർട്ടി ഓഫീസുകൾ അടിച്ചു തകർക്കാം. ആരാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അത്തരമൊരു സംഗതി ലോകത്ത് എവിടെയുണ്ടായിട്ടുണ്ടോ അവിടെ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഡെൻമാർക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഡെൻമാർക്കില് ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ നമ്മളെ നാട്ടിലൊക്കെ എന്തൊക്കെയാ നമ്മളെ നിത്യം പ്രകടനല്ലേ ഇരുന്നോ? ആരെങ്കിലും ആ കൂട്ടരാരെയും കണ്ടോ? നമ്മള് മാർച്ച് മാസത്തില് ഇത്തരമൊരു വിഷയം കേരള സംസ്ഥാനത്ത് ലൈവായപ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടോ? മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് മുസ്ലിം സമുദായത്തിന്റെ അകത്ത് നിന്നുണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ? അവിടെ നിൽക്കുന്നില്ല വിഷയങ്ങള്. ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒട്ടും ചർച്ച ചെയ്യുന്നില്ല, നമ്മൾ വിലയിരുത്തുന്നില്ല. അതിന് കാരണം ഇതിന് താല്പര്യമുണ്ട് എന്നാണ് അർത്ഥം. ഇതിന് കൃത്യമായ അജണ്ടയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ
തെക്കൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലെ സമാനമായ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പെന്തകോസ്ത് സഭക്കാരൻ അയാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു പുസ്തകം എഴുതി. ആ എഴുതിയ പുസ്തകം ഞാൻ മരിച്ച ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് വസിയത്തൊക്കെ ചെയ്തിട്ട് അയാൾ മരിച്ചത്. അയാൾ മരിച്ച ഉടനെ പിറ്റേ ദിവസം അയാളുടെ അനുയായികൾ പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറയിൽ ഇസ്ലാമിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മ്ലേച്ഛമായ ഭാഷയിൽ ആക്ഷേപിക്കുന്ന വിധത്തില് ചിൻബാദ് പാലം എന്ന ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അതിന്റെ പേരിൽ എന്ത് നടപടിയാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്? എല്ലാവരുടെ കൈകളിലേക്കും എത്തിയപ്പോ ജൂലൈ മാസം 26-ാം തീയതിയാണ് മാർച്ച് മാസത്തിൽ പ്രവാചകനെ അധിക്ഷേപിച്ചു കൊണ്ടിറങ്ങിയ പുസ്തകത്തെ ജൂലൈ മാസം 26-ാം തീയതിയാണ് കേരള സംസ്ഥാനത്ത് നിരോധിക്കുന്നത്. ജൂലൈ 4-ാം തീയതി വേറൊരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു. ഒന്നാം മാറാട് നടന്നപ്പോൾ കേരളത്തിൽ ആരും ചർച്ച ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടാം മാറാട് നടന്നപ്പോഴാണ് ഒന്നാം മാറാടിന്റെ കുറ്റപത്രം കൊടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാം ഭാഗം നമുക്ക് ചർച്ചയില്ല. പാഠം 1 ഒരു കാര്യത്തിലും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം മുംബൈ നഗരത്തെ പിടിച്ചു കുലുക്കിയ തോതിൽ ഭീകരമായ മുസ്ലിം നരഹത്യ നടന്നു. ആ നരഹത്യ ഡിസംബർ 6-നും ജനുവരി 6-നും ഇടയിൽ നടന്നിട്ടുള്ള നരഹത്യയിൽ 3000-ത്തിലധികം മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ബോംബെ JJ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ മാത്രം മനുഷ്യ ശരീരങ്ങളുടെ മുസ്ലിങ്ങളുടെ മൃത ശരീരത്തിന്റെ കൂമ്പാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബോംബെ കലാപം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടാം ഭാഗമുണ്ടായി. 93 മാർച്ച് 12-ാം തീയതി മുംബൈ നഗരത്തിൽ 12 സ്ഥലത്ത് ഉച്ചയ്ക്ക് 12 മണിക്ക് 12 സ്ഥലത്ത് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. ഇതോടുകൂടി രാജ്യം മുഴുവൻ ചർച്ചയാകുന്നു. പ്രതികളെ പിടിക്കാൻ ആവേശമുണ്ടാകുന്നു. പ്രതികളെ തേടിക്കൊണ്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അന്ന് വൈകിട്ട് 6:15 നമ്മുടെ ആകാശവാണിയുടെ വാർത്തയിൽ വായിക്കുന്നത് ഇതിന്റെ പ്രതികൾ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന് തീർപ്പ് കൽപ്പിക്കുന്നു നമ്മുടെ രാജ്യം. കാര്യങ്ങൾ എത്ര വേഗം പ്രതികളെ കിട്ടുന്നു, അവസാനിക്കുന്നില്ല. 1997 നവംബർ 27, 28, 29, 30 ഡിസംബർ 1 തീയതികളിലായി കോയമ്പത്തൂരിൽ ഒരു കലാപം നടക്കുന്നു. ആ കലാപം ആരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 98 ഫെബ്രുവരി 28-ാം തീയതി അതേ കോയമ്പത്തൂർ നഗരത്തിൽ ഒരു സ്ഫോടനം നടക്കുന്നു. അദ്വാനി പങ്കെടുത്ത പരിപാടിയിൽ ആ പരിപാടിയുടെ മുന്നോടിയായിട്ട് അവിടെ ഒരു സ്ഫോടനം നടക്കുന്നു. 9.5 കൊല്ലം അബ്ദുൽ നാസർ മദനി അടക്കമുള്ള ആളുകളെ ജയിലിലിട്ടതിന് കാരണമായ കോയമ്പത്തൂരിലെ സ്ഫോടനം. അപ്പോൾ ഒന്നാം ഭാഗം പാഠം 1 നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനം. ചിൻബാദ് പാലം മാത്രമല്ല, തിരുവനന്തപുരത്ത് ന്യൂജ്യോതി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച 2ാം ക്ലാസ്സിലെ CBSE പാഠപുസ്തകത്തിൽ
നമ്മുടെ മുസ്ലിം മാനേജ്മെന്റുകളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സ്കൂളുകളിലൊക്കെ CBSE സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2ാം ക്ലാസിന്റെ പാഠപുസ്തകത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് പറയുന്ന രീതിയിൽ ഒരു ചിത്രം വരുന്നു. ഇൻസിഡന്റ് നമ്പർ 2. കേരളത്തിലെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട്, മക്കനയിട്ടുകൊണ്ട്, മഫ്ത കെട്ടിക്കൊണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് ചെല്ലാൻ പാടില്ല എന്ന് തിട്ടൂരമുണ്ടാകുന്നു, സമരങ്ങൾ ഉണ്ടാകുന്നു, കേരളം പ്രക്ഷുബ്ധമാകുന്നു. ഇത്തരമൊരു കലുഷിതമായ സാഹചര്യത്തിൽ ഉണ്ടായ സ്വാഭാവികമായ ഒരു പ്രതികരണം, പ്രാദേശികമായ ഒരു സംഭവ വികാസം, തീർത്തും പ്രാദേശികം. ആ പ്രാദേശികമായ ഒരു സംഭവത്തെ എത്ര പെട്ടെന്നാണ് കേരളത്തിൽ ഒരു വലിയ വിവാദമാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിലുള്ള താല്പര്യവും അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയവും നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം? നിങ്ങൾ നോക്കുക, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ. ഈ അധ്യാപകന്റെ വീട്ടിൽ പോയി സന്ദർശിച്ചു, നമുക്ക് കുഴപ്പമില്ല. കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, അങ്ങനൊക്കെ വേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തെ വേദിയിലിരുത്തിക്കൊണ്ട് ഇദ്ദേഹം എന്തോ ഒരു മഹത്കൃത്യം നിർവഹിച്ചിരിക്കുന്നു, മഹത്തായ എന്തോ സംഭവം നടത്തിയിരിക്കുന്നു, അതുകൊണ്ട് അയാൾ ആദരിക്കപ്പെടേണ്ടവനാണ് എന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. എന്താണ് ഇതിന്റെ സന്ദേശം? ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ അധ്യാപകൻ ഇന്നേ വരെ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം മാപ്പ് ചോദിക്കുന്നതിന് മുമ്പ് ഹോൾസെയിലായിട്ട് തലയിൽ കൂടി മാപ്പ് കൊണ്ടുപോയി ചെരിഞ്ഞു. നമ്മൾ കോട്ടക്കൽ യോഗം ചേർന്നിട്ട് ചില കൂട്ടരൊക്കെ കൂടി മാപ്പ് കൊണ്ടുപോയി കൊടുക്കുകയാണ്, അയാൾ ചോദിച്ചിട്ടൊന്നുമില്ല. ഇന്ന് വരെ എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്, എനിക്കതിൽ കുറ്റബോധമില്ല. കോളേജ് മാനേജ്മെന്റ് നോട്ടീസ് കൊടുത്തു. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണമെന്നാ ചോദിക്കുന്നത്? ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമയത്ത് ടൈപ്പിസ്റ്റ് DTP ഓപ്പറേറ്റർ പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ, ഓള് 10ാം ക്ലാസ്സുകാരിയായ ഒരു ടൈപ്പിസ്റ്റ് പറയുന്നു, ഇങ്ങനത്തെ ചോദ്യം വന്നാൽ പ്രശ്നമാകൂല സാർ, പറഞ്ഞതനുസരിച്ചാൽ മതി, കൊടുത്തോളൂ എന്നാ പറഞ്ഞത്. ഇന്നേ വരെ കുറ്റബോധം തോന്നാത്ത ഒരു വ്യക്തി, കോളേജ് മാനേജ്മെന്റ് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചപ്പോൾ ധിക്കാരപൂർവ്വം മറുപടി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ചെയ്തിട്ടുള്ള കൃത്യത്തെ യഥാർത്ഥത്തിൽ പരസ്യമായി ന്യായീകരിക്കുകയായിരുന്നു ശ്രീമാൻ പിണറായി വിജയൻ ചെയ്തത്. അഥവാ ഞങ്ങൾ പ്രവാചക നിന്ദ നടത്തിയിട്ടുള്ള ജോസഫിനോടൊപ്പമാണ്. ജോസഫ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സഖാവ് ജോസഫിനോടൊപ്പമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇവരൊക്കെ എന്താണ് പ്രതിനിധീകരിക്കുന്നത്? എന്താണ് ഇതിന്റെ രാഷ്ട്രീയം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, അവര് അവസാനത്തെ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ സെക്ടറുകളും കൈയൊഴിഞ്ഞു. ക്രിസ്ത്യാനികൾ വിട്ടു, മുസ്ലിങ്ങൾ വിട്ടു, ദളിതുകൾ വിട്ടു, പിന്നോക്കക്കാർ വിട്ടു, എല്ലാവരും വിട്ടു. ആ വിട്ടതിന്റെ കാരണം ഓരോന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇനി കൂടെ നിർത്താൻ പറ്റിയിട്ടുള്ളത് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികളെയാണ്. നിങ്ങൾ നോക്കുക, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഓരോ ദിവസവും പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഈ വാർത്തകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മുടെ ചാനലുകളിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച പോലും നടക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് ഇത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്നില്ല. മുസ്ലിം പക്ഷത്ത് നിന്നാകുമ്പോൾ ഇത് കുറ്റകൃത്യമായി മാറുന്നു. അതിന് ഇല്ലാത്ത നിറം നൽകിക്കൊണ്ടിരിക്കുന്നു. 1925 മുതൽ ഇന്ത്യയെ തകർക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം, RSS നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങള്, ജനവിരുദ്ധ പ്രവർത്തനങ്ങള്, മനുഷ്യത്വഹീനമായ പ്രവർത്തനങ്ങള്, ഇതാ ഓരോന്നോരോന്ന് മുഖം മൂടി മാറിക്കൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് സഖാവ് പിണറായി വിജയൻ സംസാരിക്കുന്നത്? രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത്, കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മലയാള മനോരമ സംസാരിക്കുന്നുണ്ടോ? മാതൃഭൂമി സംസാരിക്കുന്നുണ്ടോ? എന്താണ് ഇതിന്റെ പിന്നിലുള്ള താല്പര്യം? ഇന്ത്യ രാജ്യത്ത് പുതിയൊരു മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ 6 പതിറ്റാണ്ടിന്റെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ത്യയിലെ പാർശ്വവൽക്കൃത ജനവിഭാഗങ്ങള് അവർ കരുത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്, അവർ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ തിരിച്ചറിവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം വിഭാഗങ്ങൾ രാജ്യത്തെ പാർശ്വവൽക്കരിതമായ ഓരോ സമൂഹങ്ങളും എവിടെയെല്ലാം ഉയർന്നു വരാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ തരത്തിൽ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടില് മണ്ണിന്റെ മക്കള്, അടിസ്ഥാന ജനവിഭാഗങ്ങള് ഓരോരുത്തരും ഇന്ന് സമരരംഗത്താണ്. ദളിതുകളെ കുറിച്ച് നമുക്കറിയാം. DHRM എന്ന പേരില് ദളിതുകൾക്കിടയിൽ നിന്നൊരു മുന്നേറ്റമുണ്ടായി. ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയില് ഒരു ശിവപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിന്റെ മറ പിടിച്ചുകൊണ്ട് DHRM എന്ന് പറയുന്ന ദളിത് സംഘടനയെ ഭീകരവാദികളാക്കി മാറ്റി, അവരെ ഉഗ്രവാദികളാക്കി മാറ്റി, തീവ്രവാദികളാക്കി മാറ്റി. എന്താ കാര്യം? ആ ദളിത് വിഭാഗങ്ങള് അതുവരെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് മാറി അവർ RSSന് വേണ്ടി കൊല്ലാൻ പോകുന്നവരായിരുന്നു. അവർ ശിവസേനയ്ക്ക് വേണ്ടി പിടിച്ചു പറിക്കാൻ പോകുന്നവരായിരുന്നു. അവർ CPMന് വേണ്ടി ഗുണ്ടാ പണിയെടുത്തുന്നവരായിരുന്നു. അവർ മദ്യപിച്ചിരുന്നു, അവർ മയക്കുമരുന്നിന്റെ കച്ചവടം നടത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ദളിതുകൾ പറഞ്ഞു, ഇനി ഞങ്ങൾ തല്ലാനില്ല, ഇനി ഞങ്ങൾ കൊല്ലാനില്ല, ഇനി ഞങ്ങൾ മദ്യപിക്കുന്നില്ല, ഇനി ഞങ്ങൾ കഞ്ചാവ് കൃഷി നടത്തുന്നില്ല, കഞ്ചാവ് വിൽപ്പന നടത്തുന്നില്ല, ഞങ്ങളൊന്ന് മനുഷ്യരാവട്ടെ. അതിലൂടെ വിദ്യാഭ്യാസം നേടി അന്നം നേടാനുള്ള വഴിയുണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ദളിത് സ്വത്വത്തെ കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി. അവർ ഐഡന്റിറ്റി പൊളിറ്റിക്സിന് ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോ ആ ഐഡന്റിറ്റി പൊളിറ്റിക്സിന് വേണ്ടി മുന്നോട്ട് വന്ന ദളിതുകളെ ആക്രമിച്ചത് കേരളത്തിലെ പോലീസായിരുന്നു. ആർക്കു വേണ്ടി? ശിവസേനയ്ക്ക് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി, CPMന് വേണ്ടി, RSSന് വേണ്ടി. ഇതുപോലെ മുസ്ലിം സമൂഹത്തിനകത്ത് നിന്ന് അവരുടെ സ്വത്വത്തെക്കുറിച്ച്, അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച്, അവരെത്തിപ്പെട്ടിരിക്കുന്ന ദുരന്തത്തിന്റെ ആഴത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്കിടയിൽ നിന്നൊരു പുതിയ മുന്നേറ്റമുണ്ടായി. ഇന്ത്യയുടെ മുസ്ലിം ന്യൂനപക്ഷ പിന്നോക്ക രാഷ്ട്രീയത്തില് പുതിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഇക്കാലം അത്രയും ഉത്തരേന്ത്യയിൽ നിന്ന് വന്നതിനെ കൈനീട്ടി സ്വീകരിച്ചിരുന്നവർ ഇന്ന് മാറി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പുതിയൊരു മുന്നേറ്റം
ഇവിടുന്ന് അങ്ങോട്ട് കാറ്റ് വീശാൻ തുടങ്ങി. ഇന്ന് ഇന്ത്യ രാജ്യത്തെ 10-18ഓളം സംസ്ഥാനങ്ങളില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ നിന്ന് ഉയർകൊണ്ട, കേരളത്തിൽ നിന്ന് മുന്നേറ്റം കുറിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങി. സ്വാഭാവികമായും അത്തരമൊരു മുന്നേറ്റം വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം അസൂയയിൽ നിന്നാണ് ഇന്ന് എല്ലാവരും ചേർന്ന് ഒതുക്കിക്കളയാമെന്ന് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ ഒരു വിവാദവും ഈ ഒരു കോലാഹലവും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരിടത്തും കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഭീതിതമായ അവസ്ഥ, മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം. ഭയങ്കര അത്ഭുതത്തോടു കൂടിയായിരുന്നു ഞങ്ങളൊക്കെ നോക്കിയിരുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാരെ റോട്ടിലേക്ക് ഇറങ്ങുമ്പോ എന്തോ ഒരു ഭീകരജീവി വരുന്നത് പോലെയായിരുന്നു പലർക്കും. ആരാണ് ഉണ്ടാക്കിയെടുത്തത്? എന്തായിരുന്നു അതിന്റെ രാഷ്ട്രീയം? നിർവീര്യമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ നിർവീര്യമാക്കാനുള്ള ഓരോന്നിനെയും അതിജയിച്ചുകൊണ്ട് ഞങ്ങൾ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളെ അതിജയിച്ചുകൊണ്ട് കരുത്തു കാണിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. കേരളത്തിന്റെ മനസ്സ് ഞങ്ങളോടൊപ്പം നിന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം നിന്നു. ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ സംഘടനാ നേതാക്കന്മാരല്ല. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ഈ ജനവിഭാഗങ്ങൾ ഓരോ ഘട്ടത്തിലും ഞങ്ങളെക്കാൾ കൂടുതൽ അസ്വസ്ഥത ഉണ്ടായിരുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരനായിരുന്നു. ഇവിടുത്തെ ഉമ്മമാർക്കായിരുന്നു, ഇവിടുത്തെ സഹോദരിമാർക്കായിരുന്നു, പ്രായം ചെന്ന ആളുകൾക്കായിരുന്നു. അവരത് പ്രകടിപ്പിച്ചു, അവരെ പ്രാർത്ഥിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഈ സമൂഹത്തിന്റെ മുമ്പിൽ മറച്ചു വെക്കാനില്ല. പക്ഷേ ഞങ്ങളൊരു കുറ്റകൃത്യം ചെയ്തിട്ട് ആ കുറ്റകൃത്യം എന്താണ്? ആ കുറ്റകൃത്യം അത് മൂവാറ്റുപുഴയിൽ നടന്ന സംഭവമല്ല. ആ കുറ്റകൃത്യം, ഞങ്ങളൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. ആ കുറ്റകൃത്യം ഇതുവരെ ഇവിടുത്തെ പാരമ്പര്യവാദികൾ കണ്ടെത്താത്ത ചില കുറ്റകൃത്യമായിരുന്നു. ഇവിടുത്തെ പാരമ്പര്യവാദികൾക്ക്, ഇവിടുത്തെ ഈ നാട്ടിലെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മയൊക്കെ നയിച്ചുകൊണ്ടിരുന്ന പലർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കുറ്റകൃത്യമാണ് ഞങ്ങൾ ചെയ്തത്. ആ കുറ്റകൃത്യം ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അത് ഞങ്ങളെ